ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇനി അങ്ങോട്ട് 5000 മുതൽ 10000 രൂപ വരെയുള്ള സേവിങ്സിനുള്ള സാധ്യതകളാണ് ഇപ്പൊ തുറന്നു കിട്ടിയിരിക്കുന്നത്. GST വേർഷൻ 2 ഈ വരുന്ന സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്ന പുതിയ GST റേറ്റുകൾ എങ്ങനെയാണ് സാധാരണക്കാരുടെ ജീവിതത്തിൽ ഇത്രയും വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി തരുന്നത് എന്ന് നോക്കിയാലോ. വെൽക്കം ടു എൻട്രി കൊമേഴ്സ്. ഇനി അങ്ങോട്ട് പ്രധാനമായും 2 GST സ്ലാബുകളായിരിക്കും ഉണ്ടായിരിക്കുക. 5% ആൻഡ് 18%. അതായത് മുൻപുണ്ടായിരുന്ന 4 സ്ലാബുകൾ കുറഞ്ഞ് ഇപ്പോൾ വെറും 2 സ്ലാബുകളാണ് ഉള്ളത്. അതായത് 28% ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ 18%. 18% ഉണ്ടായിരുന്ന ചിലതൊക്കെ 5%ലും, പിന്നെ ചില സാധനങ്ങൾ 0% സ്ലാബ് റേറ്റിലോട്ടും കൊണ്ടുവന്നിരിക്കുന്നു. ഇനി ഇതിന്റെ എല്ലാം കൂടെ 40% എന്ന പുതിയ ഒരു ലിമിറ്റഡ് സ്ലാബ് റേറ്റ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. സിഗരറ്റ്, ലക്ഷറി കാറുകൾ, ഹൈ ഷുഗർ അടങ്ങിയ എയറേറ്റഡ് ഡ്രിങ്ക്സ് തുടങ്ങിയ ലക്ഷറി ആൻഡ് സിൻ ഗുഡ്സ് ആണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് വലിയൊരു വിഭാഗം നിത്യോപയോഗ സാധനങ്ങളുടെ ടാക്സ് റേറ്റിൽ കാര്യമായ റിഡക്ഷൻ ആണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ പല ഐറ്റംസും 0%ലോട്ട് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല 33-ൽ പരം ജീവൻ രക്ഷാ മരുന്നുകൾക്ക് ഇനി മുതൽ GST കൊടുക്കേണ്ടതില്ല. ബാക്കി മരുന്നുകൾക്കും 12%-ൽ നിന്ന് 5%-ലേക്ക് GST കുറയുന്നുണ്ട്. പിന്നെ വണ്ടികളുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്. അതിനോടൊപ്പം ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടാക്സ് റേറ്റ് കൂടി നിൽക്കുന്ന വണ്ടികൾക്ക് പോലും ഈ ബെനിഫിറ്റ് ആപ്ലിക്കബിൾ ആകുന്നുണ്ട്. മറ്റൊരു കാര്യം, റോഡ് ടാക്സിലും കാര്യമായ കുറവ് സംഭവിക്കാൻ പോവുകയാണ്. കാരണം ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു വണ്ടിയുടെ എക്സ് ഷോറൂം പ്രൈസിലാണ്. GST വന്നിരിക്കുന്ന കുറവ് കാരണം എക്സ് ഷോറൂം പ്രൈസിൽ ഇത്തരത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ അത് റോഡ് ടാക്സിന്റെ എമൗണ്ടിലും കാര്യമായ കുറവുണ്ടാക്കും. അതുപോലെ തന്നെ വീട് പണിയുന്നവർക്ക് ആശ്വാസകരമാകുന്ന രീതിയിൽ മാർബിളിന്റെയും സിമന്റിന്റെയും ഒക്കെ റേറ്റിൽ വലിയ രീതിയിലുള്ള മാറ്റമാണ് വരാൻ പോകുന്നത്. കുട്ടികളുടെ പഠനോപകരണങ്ങളിൽ പല സാധനങ്ങൾക്കും നല്ല രീതിയിൽ വില കുറയും. അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾക്കും. മാത്രമല്ല കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കീടനാശിനികൾക്കും ട്രാക്ടറുകൾക്കും മെഷീനുകൾക്കും അതിന്റെ പാർട്സിനും ഒക്കെ നല്ല രീതിയിൽ വില കുറയാൻ പോവുകയാണ്. ഇത് കർഷകർക്ക് ആശ്വാസമാകുന്നതോടൊപ്പം തന്നെ പച്ചക്കറി വിലയിലും കാര്യമായ മാറ്റം കൊണ്ടുവരും. അവസാനമായി 40% എന്ന ലിമിറ്റഡ് സ്ലാബ് റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ചധികം ലക്ഷറി ഐറ്റംസും ആരോഗ്യത്തിന് ഹാനികരമാകുന്ന അധിക ഷുഗർ അടങ്ങിയിട്ടുള്ള എയറേറ്റഡ് പാനീയങ്ങളുമാണ്. എന്നുവെച്ചാൽ സാധാരണക്കാരുടെ സാധാരണ ജീവിതത്തെ കൂടുതൽ ഭംഗിയാക്കുന്നതോടൊപ്പം തന്നെ ലക്ഷറി സ്പെൻഡിങ്ങിന് ഒരു തടയിടുക കൂടിയാണ് ഈ GST റിഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ രീതിയിൽ ടാക്സ് കുറയുമ്പോൾ ശരാശരി 30,000 രൂപ മാസവരുമാനം വാങ്ങിക്കുന്ന ഒരു സാധാരണ കുടുംബത്തിന് വർഷാവസാനം 10,000 രൂപയോളമാണ് സേവ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഡയറക്റ്റായി എഫക്ട് ചെയ്യുന്ന കാര്യം മാത്രമാണ്. ഇതിനും അപ്പുറം നല്ല മാറ്റങ്ങളാണ് മറ്റു പല മേഖലകളിലും GSTയിലെ ഈ റേറ്റ് കുറവുകൾ കൊണ്ട് ഇന്ത്യയെ കാത്തിരിക്കുന്നത്. സോ ഇങ്ങനെ കിട്ടുന്ന സേവിങ്സ് കൂടുതൽ സ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണോ അതോ ദീർഘകാല അടിസ്ഥാനത്തിൽ സേവിങ്സ് ആക്കി മാറ്റണോ എന്നുള്ളത് നമ്മുടെ മാത്രം തീരുമാനമാണ്. കൂടുതൽ വീഡിയോസിനായിട്ട് കാത്തിരിക്കൂ. താങ്ക്